ഓരോരുത്തർക്കും ഓരോ ശീലങ്ങളുണ്ട്. ചിലർക്ക് രാവിലെ 2 അടിച്ചിട്ടില്ലെങ്കിൽ കൈ വിറക്കും. അതുപോലെ എനിക്കുണ്ട് ഒരു ശീലം. എനിക്ക് രാവിലെ ഒരു ചായ കുടിച്ചിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം പോക്കാണ്. അത് നമ്മുടെ നാട്ടിലുള്ള കുട്ടേട്ടൻ്റെ ചായക്കടയിൽ നിന്ന് തന്നെ കുടിക്കണം. എൻ്റെ പേര് അനസ്, കൊടുങ്ങല്ലൂരാണ് സ്വദേശം. ഈ കുട്ടേട്ടൻ്റെ ചായക്കടനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ എന്ത് ഡെവലപ്മെൻറ്റ് ഉണ്ടായാലും മെട്രോ സിറ്റി ആയാലും ഈ ചായക്കടക്ക് മാത്രം ഒരു മാറ്റവും ഇല്ല. കാലൊടിഞ്ഞ ബെഞ്ച്, ചില്ലുപൊട്ടിയ അലമാര, ഗ്ലാസ്സൊക്കെ സൈഡൊക്കെ ചിന്നിയിട്ടുണ്ടാവും. ഗ്ലാസ്സിനും എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമോ അത്രയും കഴുകി ഉപയോഗിക്കും. ബ്ലേഡ് പോലെ ആയിട്ടുണ്ടാവും. നമ്മളെങ്ങാനും പുള്ളിനോട് അത് മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറയും, ഒരു ഡയലോഗാ പുള്ളി. എൻ്റെ പൊന്നു മോനെ, ആ ക്ലാസ്സിൻ്റെ മഹത്വം നിനക്കറിയോ? പ്രേം നസീർ വന്ന് ചായ കുടിച്ച ക്ലാസ്സാണ്. ആ ക്ലാസ്സിനാണ് നീ പുച്ഛിക്കണം. പ്രേം നസീർ സാർ മരിച്ചിട്ട് പുള്ളിയുടെ മോൻ പോലും ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല ക്ലാസ്. നീ ഇപ്പൊ ചായ കുടിച്ചോണ്ടിരിക്കുന്ന ക്ലാസ് കണ്ടാ? അത് ജയഭാരതി ചായ കുടിച്ച ക്ലാസ്സാണ്. സംഭവം 10 രൂപ ചായ കുടിക്കാൻ പോയ ഞാനാണെങ്കിലും ജയഭാരതി കുടിച്ച ക്ലാസ്സാണെന്ന് പറഞ്ഞപ്പോൾ ഒരു ബമ്പർ അടിച്ച പ്രതിയിൽ ഞാനൊന്ന് ആസ്വദിച്ച് കുടിച്ച് ഒരു മനസ്സുഖം. ഈ ചായക്കടയിലേക്ക് കയറുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ബോർഡുണ്ട്. കടം പറയരുത്, പരദൂഷണം പറയരുത്, രാഷ്ട്രീയം പറയരുതെന്നാണ്. കടം എഴുതാൻ വേണ്ടി 200 പേജിന്റെ 3 പുസ്തകമാണ്. പരദൂഷണം പറയാൻ ഈ കടയിൽ നിറച്ച ആളുകളും. രാത്രി ന്യൂസ് ചാനലിൽ കാണുന്ന ചാനൽ ചർച്ചനേക്കാളും ചർച്ചയാണ് ഈ കടയിൽ നടക്കുന്നത്. അത്രയും ആളുകളുണ്ട് ഇവിടെ. ഇവിടെ കടയിലത്തെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗണ്ടർ കൈമൾ എന്ന് പറഞ്ഞ ചേട്ടനാണ്. നല്ല കൊമ്പം മീശ, നെറ്റിയിലൊരു കുറി, വെള്ള ഷർട്ട്, സ്വർണ്ണ ചെയിൻ. ഇതായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ള കൗണ്ടർ കൈമൾ. അത് തമിഴ്നാട്ടിലെ ഗൗണ്ടർ. ഇത് കൗണ്ടർ എന്ത് പറഞ്ഞാലും പുള്ളി അതിന്റെ മേലെ കയറിയിട്ട് കൗണ്ടർ അടിക്കും. അതാണ് പുള്ളിനെ കൗണ്ടർ കൈമൾ എന്ന് വിളിക്കുന്നത്. ഇന്നാളെ ദിവസം സുനി എന്ന് പറഞ്ഞൊരുത്തൻ ചായ കുടിക്കാൻ വന്നു. അവനെ കുറിച്ച് പറഞ്ഞ അവന്റെ അച്ഛനപ്പന്മാര് മുതൽ നിരീക്ഷകനാണ്. ഇവന്റെ അച്ഛൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോ കാല് തെറ്റി കൊളത്തി വീണ് മരിച്ച കടവ് കുമാരേട്ടന്റെ മോനാണ്. ഇവനും അതെ നിരീക്ഷകനാണ്. നിരീക്ഷണം മൊത്തം വല്ല കൊളക്കടവിലോ കുളിമുറിയിലാണെന്ന് മാത്രം. പിന്നെ ഒരു ദിവസം ചായ കുടിച്ചോണ്ടിരിക്കുമ്പോ ചായയിൽ ഉറുമ്പ്. പിന്നെ ദേഷ്യം വന്നിട്ട്, എന്താണ് കുട്ടിയേടാ ചായയിൽ ഉറുമ്പിട്ടാണ് നിങ്ങൾ ആളുകൾക്ക് കൊടുക്കണ? അപ്പട വിട്ട് നമ്മളാ കൈമളേട്ടൻ പുള്ളി പറഞ്ഞു, ഉറുമ്പ് നല്ലതാടാ, കണ്ണിന് കാഴ്ച കിട്ടും. നിന്റെ അച്ഛനൊക്കെ ഉറുമ്പ് പറഞ്ഞിടിപ്പിക്കും. അതാണ് പുള്ളി നിരീക്ഷിക്കുമ്പോൾ അടിപൊളിയായിട്ട് കാണാൻ പറ്റണം. ഇവിടെയൊക്കെ വന്നിട്ട് പുള്ളി ആ നിരീക്ഷിച്ച കഥകളൊക്കെ പെർഫെക്റ്റ് ആയിട്ടാണെന്നറിയോ പറയുന്നത്. ഇതുപോലെ ഒരു ദിവസം ഞാൻ ചായ കുടിക്കാൻ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, എടാ നിനക്ക് വല്ല ജോലി ശരിയായോ? ഞാൻ പറഞ്ഞു, പൊന്നേട്ടാ ഇല്ല, ജോലിയൊക്കെ ബുദ്ധിമുട്ടിലാണ്, നോക്കുന്നുണ്ട്, ശരിയായിട്ടില്ല. അപ്പം എന്നോട് പറഞ്ഞു, എനിക്കൊരു ജോലിക്ക് പോകാൻ പറ്റുമോ? സംഭവം ഷിപ്പ് യാർഡിലാണ്. ഞാൻ പറഞ്ഞു, ഷിപ്പ് യാർഡിലാണോ? യാർഡിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജോലി ചെയ്യാൻ. ഷിപ്പ് യാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 5 മണിക്ക് നീ എഴുന്നേറ്റ് പുറം കടലിൽ പോകണം. പുറം കടലിൽ പോയിട്ട് അവിടെ പട്ടിണി കിടക്കുന്ന നീലത്തിമ്മിങ്കലങ്ങൾക്ക് ചോറും പുഴുക്കിട്ട് കൊടുക്കണം. പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ഈ തിമ്മിങ്കലത്തിന് എണ്ണ തേപ്പിച്ചൊന്ന് കുളിപ്പിക്കണം. എൻ്റെ പൊന്നിയേട്ടാ, ഈ തിൻറ്റുമോ കോമഡി അടിക്കാണ്ടൊന്ന് പോയിക്കൂടെ ഏട്ടാ നോക്കും. ഇത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും വരും. അപ്പോൾ പുള്ളി പറയും, എടാ ജോലി ശരിയാ? പൊന്നിയേട്ടാ എങ്ങനെയല്ലേ ജീവിച്ചോട്ടെ, വെറുതെ ചേട്ടാ കൗണ്ടർ പറയാൻ വേണ്ടി നമ്മളാ കരുവാക്കല്ലേ. എടാ ഇത് ശരിക്കുമാണ്. എൻ്റെ പെങ്ങളെ മോൻ കൊണ്ടുവന്നേന് ഗൾഫിൽ സൗദി രാജാവിൻ്റെ കമ്പനിയിലാണ്. എന്താ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക്കിംഗ് ആണ്. നെയ്യപ്പില്ലേ, നെയ്യപ്പത്തിൻ്റെ സൈഡിൽ മുരിഞ്ഞിരിക്കണ ഇതില്ലേ, അത് പാക്ക് ചെയ്യുമ്പോൾ വിട്ടുപോകും. അത് സൂപ്പറിൽ വെച്ച് ഒട്ടിക്കുക. ഇതാണ് പുള്ളിയുടെ പരിപാടി. നമ്മളെ സഹിക്കളയണ സ്വഭാവമാണ് ആളുടെ. ഇതുപോലെ ഞങ്ങളെ നാട്ടിലൊരു ഗൾഫുകാരുണ്ട്. ഫുള്ള് തള്ളായിരിക്കും പുള്ളി. ഗൾഫിൽ ഞാൻ ജാഗോർ ഓടിച്ചിരുന്നു, BMW അതാണ് ഇതാണെന്നൊക്കെ പറയും. ഇയാൾ വന്നിട്ട് BMW വണ്ടി എന്ന് വെച്ചാലേ പഞ്ചറായാൽ 300 കിലോമീറ്റർ വണ്ടി ഓടും. അപ്പം കൈമളേട്ടൻ്റെ ഡയലോഗ്, എല്ലടാ 300 കിലോമീറ്റർ കഴിഞ്ഞിട്ട് പഞ്ചറടില്ലെങ്കിൽ എന്ത് ചെയ്യും? BMW കമ്പനിയുടെ MD വരെയും പകച്ചു പോയി ബാല്യം. ഇനി കൈമളേട്ടൻ ഒരു ദിവസം ഇതുപോലെ തന്നെ 2 ദിവസം വന്നില്ല. പുള്ളി വന്നിട്ട് പുള്ളിയുടെ പെങ്ങളെ മോൻ്റെ കല്യാണമായിരുന്നു. കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ചോദിച്ചു, എന്തായിട്ടാ കല്യാണത്തിന് വേണ്ടി എന്താ വിശേഷം? എൻ്റെ മോനെ കല്യാണത്തിന് വേണ്ടി ഒന്നും പറയണ്ടാ. കല്യാണത്തിന് വേണ്ടി അവിടെ ചെന്നിട്ട് എൻ്റെ ഒരു ബന്ധുണ്ട്, അവനൊന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അവൻ ഫുള്ള് വെള്ളം അടിച്ചിട്ട് ആകെ അലമ്പ്. അവിടെ ഫുള്ള് ഛർദ്ദിച്ച് അവിടെ ജോലി എടുക്കണ അവിടുത്തെ പെണ്ണിനെ കയറി പിടിച്ച് കല്യാണ അലമ്പായി. എല്ലാവരും അവനോട് പറയാൻ ഭയങ്കര മടി. ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ അലമ്പന്മാരുള്ള കല്യാണത്തിന് ഞാൻ നിൽക്കൂല എന്ന് പറഞ്ഞ് ഞാൻ അവനെയും ചീത്ത പറഞ്ഞു പോന്നു. പുള്ളി ഇത് പറഞ്ഞ് തീർന്നതും പുള്ളിയുടെ പെങ്ങളെ മോൻ ബൈക്കിന് വന്നിട്ട് ഒറ്റ ഇറങ്ങലാണ്. പുള്ളിയുടെ ചെള്ളക്കൊക്കെ ഒറ്റയടിച്ച്, ഇനി ഇങ്ങനത്തെ പരിപാടി താൻ ചെയ്തിട്ടുണ്ടെങ്കിലാണ്ടോ ഇനി താൻ്റെ വീട്ടിലേക്ക് ഇറങ്ങാൻ പാടില്ല. സംഭവം ചെയ്തത് പുള്ളിയാണ്, പക്ഷെ വേറെ ആളെ തലയിൽ കിട്ടിയിട്ടാണ് പുള്ളി ഇവിടെ വന്നിട്ട് കഥ പറഞ്ഞത്. ഇനി ചായക്കടയിൽ വരുന്ന മെയിൻ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻകാരാണ്. യൂണിയൻകാരെന്ന് വെച്ച് കഴിഞ്ഞാൽ വേർപ്പിൻ്റെ അസുഖമുള്ള യൂണിയൻകാരാണ്. അതുകൊണ്ട് ഇവർ അങ്ങനെ ജോലിക്കൊന്നും ഇല്ല, വല്ലപ്പോഴും ഒരു ജോലി വരും. ആ ജോലിക്ക് പറയണ വില കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോവും. ഒരു ദിവസം എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ കുറച്ച് സാധനങ്ങൾ ഇറക്കാൻ വന്നിട്ട് ഇവരോട് വില ചോദിച്ചപ്പോൾ ഇവർ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ സുബൈറിന് നാളെ കുറിക്കാശ് അടക്കണം 250, പിന്നെ നിനക്ക് കാശ് വേണം, അയൽക്കൂട്ടത്തിന് കാശ് കൊടുത്തില്ലെങ്കിൽ പെണ്ണും പിള്ള ചൂലെടുക്കും, എല്ലാം കൂടെ ചേർത്ത് ഒരു 1200 രൂപ. പൊന്നിയായിട്ട് ഇത് 1200 സാധനമുള്ളൂ. അതിറക്കാൻ വേണ്ടി 1200 രൂപ.
ചേട്ടൻ എന്ത് പണിയെടുത്തിട്ടാണ്? പണി എന്തെടുത്തുന്നാ? ഞങ്ങളിവിടെ വരണോ? വന്നാൽ മാത്രം മതിയാ? ലോറി കയറണോ? ലോറി കയറി കുനിയണോ? സാധനം ഇറക്കി നിലത്ത് വെക്കണോ? പേർക്ക് തുടക്കണോ? ഇതൊക്കെ കൂടി ചേർത്ത് ശരിക്കും 1500 നിങ്ങളായതുകൊണ്ട് 1200 തരണതാണ്. പിന്നെ ഒരു പുള്ളിക്കാരനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്കയിൽ തുടങ്ങിയിട്ട് പുള്ളി അത് ബാംഗ്ലൂരിലുള്ള സ്ഫോടനം കഴിഞ്ഞ് പുള്ളി കാശ്മീരിൽ യുദ്ധം വരെ എത്തും. പറയുന്ന സംസാരത്തിന് ഒരു പരസ്പര ബന്ധവും ഉണ്ടാകില്ല. ഒരു ദിവസം ഞാൻ പറഞ്ഞു, പൊന്നേട്ടാ ഇന്നലെ ഞാൻ അമ്പലപ്പുഴ പാൽപ്പായസം കുടിച്ച്, എന്ത് ടേസ്റ്റാണ്. അപ്പോൾ പുള്ളി ഇടയിൽ കയറും. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കണത്, ഇന്നലെ ഞാനേ വരുന്ന വഴിക്ക് ചാണാക്കുഴി വീണ്, എന്ത് മണമാണ്. ഡെറ്റോളിട്ട് കഴുകിയിട്ട് പോലും ഇത് പോണില്ല. പാൽപ്പായസത്തിന്റെ കഥ പറയണുണ്ടെങ്കിൽ ഈ ചാണകത്തിന്റെ കഥ പറയണ്ടായിരുന്നു. പശു തരുന്ന പാലുകൊണ്ട് ഉണ്ടാക്കിയ പായസത്തിനെ കുറിച്ച് പറയുമ്പോൾ പുള്ളി പശുവിൻ്റെ തന്നെ മറ്റൊരു പ്രൊഡക്റ്റായ ചാണകത്തിനെ കുറിച്ച് പറയുന്ന ആളാണ്. ഞാൻ പിന്നെ പറഞ്ഞു നിർത്തുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകൾക്ക് പരദൂഷണം പറയാൻ ഒരു സ്ഥലമാണ് അയൽക്കൂട്ടം. അതുപോലെ പുരുഷന്മാർക്ക് പരദൂഷണം പറയേണ്ട ഒരു സ്ഥലമാണ് ചായക്കട. ഈ ചായക്കടയിൽ നിന്നാണ് ക്ലബ് ഹൗസിൽ നിന്നുള്ള ആശയം ഉണ്ടായത്. കാരണം ലോക്ക്ഡൗൺ ഉണ്ടായപ്പോൾ പുറത്തൊന്നും പോകാൻ പറ്റില്ല, ചായക്കട ഒന്നും പോകാൻ പറ്റാണ്ടായപ്പോൾ ഏതോ ചായക്കടക്കാരന് തോന്നിയ ഒരു ഐഡിയയാണ് ക്ലബ് ഹൗസ്. അവിടെ ഇതൊക്കെ തന്നെയാണ് സംസാരിക്കുന്നത്. നിങ്ങളാരും ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളാരും പരദൂഷണം പറയരുത്. പക്ഷെ പരദൂഷണം അത്ര നല്ലതല്ല. ഇത്രയും നേരം എൻ്റെ പരദൂഷണം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.